മനസ്സിലായ കാര്യം പോസിങ് അത്ര വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം പോസിങ് ആണ് മെയിൻ. പോസിങ് ഇല്ലെങ്കിൽ നമുക്ക് എത്ര ബോൾ ഉണ്ടായിട്ട് കാര്യമില്ല. ആ ഒരു കാരണം കൊണ്ടാണ് എനിക്ക് കഴിഞ്ഞ കോമ്പറ്റീഷനിലൊന്നും കറക്റ്റായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്നത്. കാരണം നമുക്ക് നോർമൽ പോസിങ് ആണ് പോയിട്ട് കാര്യമില്ല. നമുക്ക് കറക്റ്റ് എല്ലാ ഡീറ്റെയിൽസും എടുത്ത് കാണിക്കുന്ന രീതിയിൽ പോസിങ് ചെയ്ത് കഴിഞ്ഞാൽ എന്നാലേ നമുക്ക് ജഡ്ജസിനെ ഇംപ്രസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ജഡ്ജസ് ഇംപ്രസ് ആയി കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് കിട്ടുള്ളൂ, നമുക്ക് കോമ്പറ്റീഷൻ വിൻ ചെയ്യാൻ കഴിയുള്ളൂ. കുറേ കാര്യങ്ങൾ പഠിക്കാണ്ട്, കുറേ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എന്തായാലും ബോഡി ബിൽഡിങ് ഒരു സിമ്പിൾ സ്പോർട്ടല്ല. അത്രക്കും എക്സ്പെൻസ് ഉണ്ട്, അത്രക്കും ഡെഡിക്കേഷൻ വേണം, അത്രക്കും ഡിസിപ്ലിൻ വേണം, കുറേ സാക്രിഫൈസ് ഉണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുടെ ഒരു സ്പോർട്ടാണ് ഈ ബോഡി ബിൽഡിങ് പറഞ്ഞത്. അതൊക്കെ അറിഞ്ഞാണ്ട് ഈ ഒരു ഫീൽഡിൽ വരാൻ പറ്റുള്ളൂ. ഈ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ അനുഭവിക്കാനുള്ളതാണ്. അനുഭവിച്ചോണ്ടാവും, ഇനി വരാൻ പോകുന്നവർ അനുഭവിക്കാൻ പോവാണ്. ഇറ്റ്സ് നോട്ട് ഈസി. ഓക്കെ, ഇറ്റ്സ് വെരി ഹാർഡ്. യു ഷുഡ് പുഷ് യുവർ ലിമിറ്റ്സ് ആൻഡ് യു ഷുഡ് ഗോ ത്രൂ ഇറ്റ്. ഓക്കെ, അത്രയും പറയാനുള്ളത്. ഈ ഒരു ജേർണി എനിക്ക് വളരെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു താങ്ക് യു പറയാണ്. കോമ്പറ്റീഷന് മാക്സിമം നമ്മൾ എഫേർട്ട് കൊടുത്തിട്ട് നമുക്ക് മാക്സിമം പ്രൈസ് എടുക്കാണ്ട് നോക്കണം ഇൻഷാ അല്ലാഹ്.